ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡുകളെ കുറിച്ചാണ്. ഒരുപാട് ലിപ്സ്റ്റിക് ഒന്നും കയ്യിലില്ല, ഏകദേശം ഒരു 5 ലിപ്സ്റ്റിക്കോളം എന്റെ കയ്യിലുണ്ട്. ആ ഒരു ലിപ്സ്റ്റിക്കും അതിന്റെ ഷെയ്ഡുകളും അത് എനിക്ക് ഇട്ടതിന് ശേഷം എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള റിവ്യൂ ആണ് നിങ്ങളോട് പറയാൻ പോണത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഡാസ്ലറിന്റെ DLC 025 എന്ന ലിപ്സ്റ്റിക് ആണ്. ഇത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഒരുപാട് പേരുടെ കയ്യിലുണ്ടായിരുന്ന ലിപ്സ്റ്റിക് ആയിരുന്നു. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊന്ന് വാങ്ങണം. അങ്ങനെ ഞാൻ വാങ്ങി യൂസ് ചെയ്തതാണ്. ഇതിലെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് നമുക്ക് എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആണ്, അല്ലെങ്കിൽ മാച്ചായി സ്യൂട്ടായി പോകും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് കുറച്ച് ഡസ്കി സ്കിന്നുള്ളവരാണെങ്കിൽ ഈ ഒരു ഡാസ്ലറിന്റെ DLC 025 അത്രയങ്ങ് മാച്ച് ആവത്തില്ല, വാഷ് ഔട്ട് ആയി പോകും എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല ഡാർക്ക് ഉള്ള സ്കിൻ ആണെങ്കിൽ അവർക്ക് അതിനോടൊപ്പം ഈ ഒരു ലിപ്സ്റ്റിക് ഇടുമ്പോൾ കൂടുതലായിട്ട് മുഖം ഡാർക്ക് ആയതുപോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നേരെ മറിച്ച് ഒരു മീഡിയം സ്കിൻ ടോൺ അല്ലെങ്കിൽ നല്ല വൈറ്റ് കളറുള്ള ഒരു സ്കിൻ ആണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ മാച്ച് ആവും. കാരണം ഈ ഒരു ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നമ്മുടെ ചുണ്ട് ഡ്രൈ ആവില്ല. ചുണ്ടില് ഇങ്ങനെ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് എന്ന് പോലും അറിയില്ല. നോർമൽ നമ്മുടെ സ്കിൻ എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മുടെ ചുണ്ട് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ഈ ലിപ്സ്റ്റിക് ഇട്ടാലും ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു ലിപ്സ്റ്റിക് നല്ല ഇഷ്ടമാണ്. പക്ഷെ ഇതിന് ഇങ്ങനെ ഒരു ഡീമെറിറ്റ്സും കൂടെ ഉണ്ട്. നല്ല ഡസ്കി സ്കിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിത് സജസ്റ്റ് ചെയ്യില്ല. അപ്ലിക്കേറ്റർ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്കിത് കയ്യില് ഇതാണ് ഇതിന്റെ യഥാർത്ഥ കളർ വരുന്നത്. അപ്പോൾ ഈ ഒരു കളറിൽ നമുക്ക് കുറച്ച് ഡാർക്ക് സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് നമ്മുടെ മുഖത്തിടുന്ന സമയത്ത് കൂടുതൽ നമ്മുടെ ചുണ്ടിന്റെ ഭാഗത്ത് പിഗ്മെന്റേഷൻ ഉള്ള ഒരു ചുണ്ട് പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നേരെ മറിച്ച് നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇതിന്റെ മുകളിൽ വേറൊരു ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡിഫറെന്റ് ലുക്ക് തരും. പക്ഷെ ഈ ഒരു ലിപ്സ്റ്റിക് മാത്രം ഡസ്കി സ്കിന്നുകാരിടുമ്പോൾ, നന്നായിട്ട് ഡസ്കി സ്കിന്നുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും വാഷ് ഔട്ട് ആയിപ്പോ. അടുത്ത ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഡാസ്ലറിന്റെ തന്നെ മറ്റൊരു ലിപ്സ്റ്റിക് ആണ്. DLC 012 ആണിത്. ഈ ഒരു ലിപ്സ്റ്റിക്കും ഞാൻ കുറേയായി യൂസ് ചെയ്യുന്നു. അപ്പോ ഇതിന്റെ അപ്ലിക്കേറ്ററും നമ്മുടെ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. അപ്പൊ നമുക്കിതൊന്ന് ഇതാണ് ഇതിന്റെ ഷെയ്ഡ്. ഇതും ഓൾറെഡി തീരാറായി. ഇനിയിപ്പം ഡാസ്ലറിന്റെ DLC 025ഉം ഡാസ്ലറിന്റെ DLC 12ഉം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5-6 മാസത്തിന്റെ മുകളിലായി. അപ്പൊ ഇത് രണ്ടും ഏകദേശം കാലിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വാച്ച് ചെയ്തപ്പോൾ കുറച്ചൊരു ആദ്യം ലൈറ്റ് ആയിട്ട് കാണിച്ചത്. പക്ഷെ ഈ രണ്ട് കളറും എന്റെ സ്കിന്നിന് ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. എന്നാലും DLC 025, അതായത് ഇത് കുറച്ചുകൂടെ എനിക്ക് വാഷ് ഔട്ട് ആവാറുണ്ടോ എന്ന് തോന്നാറുണ്ട്. അങ്ങനെയാകുമ്പോൾ ഞാൻ ഇത് ഇട്ടതിന് ശേഷം, അതായത് DLC 025 ഇട്ടതിന് ശേഷം അതിന്റെ മുകളിൽ മറ്റൊരു ലിപ്സ്റ്റിക്കും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു കളറിലേക്ക് അത് ചേഞ്ച് ആവും. അടുത്ത ലിപ്സ്റ്റിക്ക് ഡാസ്ലറിന്റെ മിനി ലിപ്സ്റ്റിക് ആണ്. ഇത് ഡാസ്ലറിന്റെ DLC 036 ആണ്. നമുക്കിതൊന്ന് നോക്കാം. ഇത് ഞാൻ വാങ്ങിയിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. ഇതും നല്ല ഡാർക്കാണ്. പക്ഷെ ഇത് നമുക്ക് ഡസ്കി സ്കിന്നുകാർക്ക് എനിക്കത്ര മാച്ചായിട്ട് തോന്നുന്നില്ല. കാരണം ഇത് കൂടുതലായിട്ട് അവരുടെ മുഖം ഒന്നും കൂടെ ഒന്ന് ഡസ്കി ആക്കാനാണ് ചാൻസ്. ഈ 3 ലിപ്സ്റ്റിക്, അതായത് ഡാസ്ലറിന്റെ DLC 025, ഡാസ്ലറിന്റെ DLC 12, ഡാസ്ലറിന്റെ തന്നെ DLC 33, അങ്ങനെ ഈ 3 ലിപ്സ്റ്റിക്കും എനിക്ക് പറയാനുള്ളത് ഇത് ലോങ് ലാസ്റ്റിംഗ് തന്നെയാണ്. ഒരുപാട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എനിക്കൊരു 6 hours മുകളിലായിട്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്.
പിന്നെ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ ചുണ്ടിന്റെ ഉൾഭാഗത്ത് നിന്നൊക്കെ കുറച്ച് പോയാലും ചെറുതായിട്ടുള്ള ടിൻഡ് ഈ ഒരു 3 ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ വീടിനടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നായിരുന്നു വാങ്ങിച്ചത്. പക്ഷെ ഇത് എനിക്ക് അത്ര അങ്ങ് ഇഷ്ടമായില്ല. കാരണം എന്റെ സ്കിന്നിനെ കുറച്ചും കൂടെ ഒന്ന് ഡസ്കി ആക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരുടെ കാര്യം അങ്ങനെയല്ല, ഓരോരുത്തരുടെ സ്കിന്നും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ തന്നെ വാങ്ങിക്കുക. ഈ ഒരു കളേഴ്സ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെയുള്ളവരാണെങ്കിൽ, അതായത് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറ്റും എന്നതാണ്. അടുത്ത ലിപ്സ്റ്റിക് ഏകദേശം ഞാൻ വാങ്ങിയിട്ട് 1.5 വർഷത്തിന്റെ മുകളിലായി. നമ്മൾ ഒരുപാട് വൈറൽ വീഡിയോസ് വരെ കണ്ടിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് മാർസിന്റെ ഗേൾ പവർ. ഈ ഒരു ലിപ്സ്റ്റിക് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാനിത് എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇതാണ് ആ ലിപ്സ്റ്റിക്. അത്രയ്ക്കും ഞാനിത് യൂസ് ചെയ്ത് ഇത്രയാക്കിയെടുത്തു. ഓൾറെഡി ഇത് നല്ല വലുപ്പമുള്ള ലിപ്സ്റ്റിക് ആയിരുന്നു. പക്ഷെ ഞാനിതിങ്ങനെ ഷാർപ്പ് ചെയ്ത് യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഇനി ഇത്ര ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി മുഴുവനും ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇത് നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. ഇതാണ് കളർ. ഈ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ആർക്കും നമ്മുടെ ഏത് സ്കിൻ ടോൺ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മൾ ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒരു ജെല്ല് പോലെ അല്ലെങ്കിൽ നമുക്കൊരു ക്രീമി ടെക്സ്ചർ ആയിട്ട് തോന്നുമെങ്കിലും നമ്മളിത് ഇട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കിന്നുമായി ഒബ്സർവ് ചെയ്തിട്ട് നല്ല അടിപൊളി ഒരു ഷെയ്ഡിലേക്ക് നമ്മുടെ എന്താ പറയാ ലിക്വിഡ് ലിപ്സ്റ്റിക് ഇട്ടതുപോലെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്ത് നിൽക്കും. മാത്രമല്ല ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഇതിനെപ്പറ്റി ഒരുപാട് റിവ്യൂ ഒന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതിന്റെ ഷോർട്ട് വീഡിയോസും അല്ലാതെയുള്ള ഒത്തിരി വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അപ്പം ഇത് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാണ്. ഇത് നല്ലൊരു ലിപ്സ്റ്റിക് ആണ്. ഡെയിലി വെയർ ആയിട്ടും ഓഫീസിൽ പോകുന്നവർക്ക് പിന്നെ കോളേജിൽ പോകുന്നവർക്ക് ഒക്കെ നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ലിപ്സ്റ്റിന്റെ ഐ ആം പവർഫുൾ എന്ന് പറയുന്ന ഷെയ്ഡാണ്. പക്ഷെ ഇത് ഗേൾ പവറിന്റെ അത്ര എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഗേൾ പവർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, അതായത് മാർസിന്റെ ഈ ഒരു ലിപ്സ്റ്റിക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ഒബ്സർവ് ചെയ്യുകയും സ്കിന്നിൽ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് മാർസിന്റെ ഐ ആം പവർഫുൾ എന്ന് പറയുന്ന ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് നമ്മളിത് ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നിലേക്ക് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എന്നാലും ഈ ഒരു ഗേൾ പവറിന്റെ അത്ര അങ്ങ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ അത്ര നമ്മുടെ സ്കിന്നുമായിട്ട് ഒബ്സർവ് ചെയ്യുന്നതായിട്ടോ എനിക്കിത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതിന് നമുക്ക് സെർച്ച് ചെയ്യാം. പക്ഷെ ഇതിന്റെ കളർ നല്ല കളറാട്ടോ, കണ്ടോ? ഇതിന്റെ കളർ നല്ല കളറാണ്. കാരണം ഇത് നമുക്ക് ഏത് തരം സ്കിൻ ടോണിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഇപ്പോൾ എന്റെ നിലവിലുള്ള ലിപ്സ്റ്റിക് കളക്ഷൻസ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ എല്ലാവരും പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.